വാദ്യഘോഷത്തിന്റെയും അകമ്പടിയോടുകൂടി കടന്നു വരികയാണ്. ഭക്തജനങ്ങളെ ഒരു നോക്ക് ദർശിക്കോ നമോ ഭാഗമോദോ ഭഗവത് അനുഗ്രഹത്തിന് പാത്രഭൂതരാകൂ. പ്രകൃതി രമണീയത കൊണ്ടു നിൽക്കുന്ന രാമ ഹരേ 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 ദൈവശാലത്തെ ലക്ഷ്യമാക്കി കടന്നു വരികയാണ്. ഭക്തജനങ്ങളെ ഈ സമൂഹം, മനുഷ്യ സമൂഹം എങ്ങനെ നിലനിൽക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ അവർക്ക് അവരുടെ ആത്മസാക്ഷാത്കാരം നേടിയെടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഭഗവാൻ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. സ ഭഗവാൻ സൃഷ്ട്വേദം ജഗത് തസ്യ ച സ്ഥിതിം ചികീർഷുഃ മരീച്യാദീൻ അഗ്രേ സൃഷ്ട്വാ പ്രജാപതിം പ്രവൃത്തിലക്ഷണം ധർമ്മം ഗ്രാഹ്യാമാസ വേദോക്തം തതഃ അന്യാംശ്ച. അതിന്റെ സന്ദേശങ്ങളെടുത്ത് മനസ്സിനെ ഉദ്ധരിക്കുക. നമ്മളെല്ലാം ഇങ്ങനെയായി തീരാൻ കാരണം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മം. അതിനൊരു പേര് സയൻസ് കൊടുത്തത് നമ്മൾ പണ്ട് പറഞ്ഞതാണ്. സഞ്ചിത കർമ്മം, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു കൂട്ടിയ കർമ്മം സഞ്ചിത കർമ്മം. ജനിച്ച് ഇന്നുവരെ ചെയ്ത കർമ്മം ആർജിത കർമ്മം. തമശ്ലോകജനാശ്രയാരതിഃ ഏവം സദാ കർമ്മകലാപമാത്മനഃ പരേധി യജ്ഞേ ഭഗവത്യഥോക്ഷജേ സർവാത്മഭാവം. ാണ് ഈ വൈരാഗ്യം വേണ്ടത്ര ഉണ്ടാവുന്നത്. അപ്പോൾ വൈരാഗ്യജനകമായിരിക്കുന്ന ഭാഗവും കൂടിയാണ് ഇതിൽ പലതും. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർന വശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിബന്ധിനൗ. ഈ ഇന്ദ്രിയങ്ങളുടെ മേൽ എത്രത്തോളം നമുക്ക് നിയന്ത്രണം വേണം, അവയെ മെരുക്കിയെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായി പറയുന്നു. യത് കർത്തവ്യം നഭി പ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപര്യം. He asked, with tears in his eyes, he was sitting at the feet of Shukadeva and was asking, please tell me what I should hear, what I should chant, what is my duty, what I should remember, what I should worship, and tell me what I should not do.
So thus started. When he asked like this, when we read, do we ever think that this is not the question of Raja Parikshit alone? പുരഞ്ജനിയുടെ ക്രീഡാമൃഗമായി മാറി. ഇവര് തമ്മിലുള്ള താതാത്മ്യത്തെ, പാരസ്പര്യത്തെ കുറിച്ച് പറയുന്നത് ചിരിക്കുമ്പോൾ ചിരിക്കും, കരയുമ്പോൾ കരയും, നടക്കുമ്പോൾ നടക്കും എന്നിങ്ങനെയൊക്കെ. അങ്ങനെയൊക്കെ അവശ്യമായി കഴിയും. ഹവിഷാ കൃഷ്ണവത്മേവ ഭൂയേവാഭിവർദ്ധതേ. ഈ ഭക്ഷണം ഊണ് കഴിക്കുക എന്നുണ്ടല്ലോ, ഈ ഊണ് കഴിക്കുക എന്നുള്ള പ്രക്രിയ, അതിനെ എങ്ങനെയാണ് നോക്കിക്കണ്ട് വിലയിരുത്തേണ്ടത്? ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് രസവും സന്തോഷവും തോന്നുന്നുണ്ടോ? നോക്കൂ, ഓരോരോ കാര്യത്തെയും വിശകലനം ചെയ്ത് അതിൻ്റെ പ്രമാണങ്ങൾ എന്താ, അതിൻ്റെ അളവെന്താ, മാനദണ്ഡം എന്താ, അതിലത്തെ മൂല്യം എന്താ, എല്ലാറ്റിലും നമ്മുടെ വ്യക്തിത്വം ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ. ഇന്ദ്രിയങ്ങളാണെങ്കിലും ഇന്ദ്രിയങ്ങൾ സ്വയം പ്രവർത്തിക്കില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എല്ലാ പ്രവൃത്തികളും തുടങ്ങുന്നത് മനസ്സിൽ നിന്നാണ്, നിലനിർത്തുന്നതും മനസ്സാണ്, അവസാനം പരിസമാപിക്കുന്നതും മനസ്സിൽ തന്നെയാണ്. ധർമ്മം എന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അപ്പോ ആചാര്യഭാവത്തിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്ന എനിക്ക് ധർമ്മം അറിയില്ല. എന്താ ധർമ്മം? സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോപയാവഹ. എന്തൊരു പ്രഭാഷണപ്പ! അപ്പൊ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പ്രഭാഷണം നടത്തി. എന്താ ഈ സ്വധർമ്മം? വക്കീലിന്റെ പണിയാ. അപ്പൊ വക്കീലിന്റെ പണി എന്ന് പറഞ്ഞാൽ എന്താ? വരുന്ന കക്ഷിയെ ദ്രോഹിക്കുക, ഇതാണ് വക്കീലിന്റെ പണി. അല്ലെങ്കിൽ മറ്റേ കക്ഷിയെ എങ്ങനെയെങ്കിലും അപകടത്തിലാക്കി തന്റെ കക്ഷിയെ രക്ഷിക്കുക, ഇതും ധർമ്മമല്ല. അപ്പൊ ഈ ധർമ്മം എന്ന് പറയുന്നത് എന്ത് എന്ന് വ്യക്തമായിട്ട് അറിയാതെയാണ് നമ്മൾ എല്ലാത്തരം കാര്യങ്ങളും ചെയ്യുന്നത്. ഭാര്യയ്ക്ക് ഭാര്യയുടെ ധർമ്മം അറിയില്ല, ഭർത്താവിന് ഭർത്താവിന്റെ ധർമ്മം അറിയില്ല, കുട്ടികൾക്ക് ഒട്ടും അറിയില്ല. അവര് ഇങ്ങനെ കയറ് ഊരി വിട്ടിരിക്കുകയാണ് എല്ലാവരെയും. അങ്ങനെ എല്ലാ തരത്തിലും എന്ത് ജീവിത പാഠമാണ്, മൂല്യപാഠമാണ്, സാധനയ്ക്കും സാധകനും വേണ്ട പാഠമാണ് ഈ ദൃശ്യത്തിൽ നിന്നോ സംഭവത്തിൽ നിന്നോ ഉള്ളത് എന്ന് മനസ്സിലാക്കി അത് ഗ്രഹിച്ച് ആ ഗ്രഹണം കൂടുന്തോറും മനസ്സ് സന്തുഷ്ടമായി, സമ്പന്നമായി, സൗമ്യപൂർണമായി, എല്ലാ വിധത്തിലും സുഭഗമായി, അങ്ങനെ അങ്ങോട്ട് മുക്തോ അടാമീഹതാൻ ശൃണു, മുക്തചിത്തനായി, ഒരു വിധത്തിലുള്ള ബാധയും വിഷമവും എനിക്കില്ല. അങ്ങനെ മുക്തനായിട്ട് ഞാനിതാ നടന്നുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മസൂത്രത്തിൽ വ്യാസാചാര്യൻ അഥാതോ ബ്രഹ്മജിജ്ഞാസ പറഞ്ഞ വ്യാസൻ രണ്ടാമത്തെ സൂത്രത്തിൽ ജന്മാദ്യസ്യയതഃ, ആ പരമാത്മാവിനെ നമുക്ക് ചർച്ച ചെയ്യാം. ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ പരമാത്മാവ് ഉണ്ടോ ഇല്ലയോ സംശയം. കാരണം പരമാത്മാവ് നേരിട്ട് കാണുന്നില്ല. ഇപ്പൊ അടുത്ത വീട്ടുകാരനെ കാണുന്നത് പോലെ ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. 4 പ്രമാണമാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു: പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം. പ്രത്യക്ഷം പറഞ്ഞാൽ അക്ഷം പ്രതി പ്രത്യക്ഷം, നേരിട്ട് കണ്ണുകൊണ്ട് കാണാനോ പറ്റുന്നില്ല ഭഗവാന്, അടുത്ത വീട്ടുകാരനെ കാണുന്നത് പോലെ. അതേപോലെ ഇപ്പൊ അക്ഷം പ്രതി കാണുന്നില്ല, അതുകൊണ്ട് ഇപ്പൊ പ്രത്യക്ഷമായിട്ട് ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ പ്രമാണമാണ് അനുമാനം. അനുമാനം പറഞ്ഞാൽ പർവ്വതോ വന്യമാൻ ധൂമാത്, ഒരു മലയിൽ പുക കാണുമ്പോൾ ഈ മലയിൽ എന്തുകൊണ്ട് പുക വന്നു? അവിടെ തീയുണ്ട്, അഗ്നി ഉള്ളത് കൊണ്ടാണ് അവിടെ പുക. ഇതാണ് അനുമാനം. പുകയെ കാണുമ്പോൾ അഗ്നിയെ അനുമാനിക്കുന്നു എല്ലാവരും.